ഇനി ശബരിമലയിൽ തിരക്ക് ക്രമീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്നാണ് DGP രവാഡ ചന്ദ്രശേഖർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. കേന്ദ്രസേന ബീഹാർ തിരഞ്ഞെടുപ്പിന് ശേഷം എത്തുമെന്നാണ് അറിയിച്ചത്. നാളെയോടുകൂടി മുഴുവൻ സേനയും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും രവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. 3200 പോലീസുകാർ ശബരിമലയിൽ ഡ്യൂട്ടിയിലുണ്ടെന്നും ഭക്തർ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ലെന്നും DGP അറിയിച്ചു. അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഞ്ജു, ഗുഡ് മോർണിംഗ്. അപ്പോ ഈ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോ രവാഡ ചന്ദ്രശേഖർ തന്നെ പറയുന്നത്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? സന്നിധാനത്തെ സ്ഥിതിയും പോലീസിന്റെ വിന്യാസവും ഒക്കെ പറഞ്ഞു തരാൻ നമുക്കൊപ്പം ഉള്ളത് നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവിയാണ്. സർ, ശബരിമലയിലെ ക്രമീകരണങ്ങൾ നല്ല രീതിയിൽ തന്നെയാണോ? പോലീസ് ശബരിമലയിൽ എല്ലാവരും നല്ലപോലെ നടക്കുന്നുണ്ട്. 16-ാം തീയതി വൈകുന്നേരം നട തുറന്ന ശേഷം നല്ല ഒരു ഭക്തജനങ്ങളുടെ ഉണ്ടായിരുന്നു. അത് അന്നേ ദിവസം 60,000. പിന്നെ 17 ഇന്നലെ 1,04,000 മുകളിൽ ആളുകൾ ഭക്തന്മാർ വന്നിരുന്നു. അവരെല്ലാവർക്കും നമുക്ക് വളരെ സുരക്ഷ ഉറപ്പാക്കിയിട്ട് അവർക്ക് ദർശനത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സാർ, ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള തിരക്ക് കൂടി വരാനല്ലേ സാധ്യതയുള്ളൂ? അപ്പോൾ എങ്ങനെയായിരിക്കും അതൊക്കെ നിയന്ത്രിക്കുക? നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി പ്ലാൻ പ്രകാരം ബന്ദോബസ്ത് സ്കീം പ്രകാരം നന്നായിട്ട് വിന്യസിച്ചിട്ട് പോലീസിനെ സെൻസിറ്റൈസ് ചെയ്തിട്ടുണ്ട്. പോലീസ് വളരെ അതിജാഗ്രതമായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്തജനങ്ങളായിട്ട് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സർക്കാർ ഭാഗത്തിനും കൂടെ ദേവസ്വം ബോർഡിനും കൂടെ അവർ അറിയിച്ചിരുന്നു. ഈ വെർച്വൽ ക്യൂവിന് നിർബന്ധമായിട്ട് പാലിക്കണം. വെർച്വൽ ക്യൂവിലെ അവർക്കുള്ള ദിവസം തന്നെ വർണ്ണം പറഞ്ഞതുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് കൂടെ ഇന്നലെ അധികം ആളുകൾ സ്പോട്ട് ബുക്കിംഗ് വന്നതാണ്. അതിനും കൂടെ കുറച്ച് നിയന്ത്രിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. സാർ, ഒരു ഡ്യൂട്ടി ടൈമിൽ എത്ര പോലീസുകാർ ആണ് ഇങ്ങനെ വിന്യസിക്കുക? അപ്പോൾ ഇന്ന് അത്തരത്തിൽ തിരക്ക് കൂടിയ സമയത്ത് അവർക്കത് നിയന്ത്രിക്കാൻ പറ്റിയ? അല്ല, നമുക്ക് ഞങ്ങളുടെ സെക്യൂരിറ്റി പ്ലാൻ ഉണ്ട് ശബരിമലയ്ക്ക് വേണ്ടിയുള്ളത്. ഓരോ ഫേജിന് വേണ്ടി ഈ ഫേജിൽ 3200ഓളം പേരിന് നമ്മൾ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നിലയ്ക്കലിൽ ഒരു 800ഓളം പേരുണ്ടാവും. അതുപോലെ തന്നെ ഒരു 1000 പേര് അടുത്തേക്ക് പമ്പലം ഉണ്ടാവും. പിന്നെ 1600 പേരും സന്നിധാനത്തിലുണ്ടാവും. അങ്ങനെ ടോട്ടലായിട്ട് 3400 അടുപ്പിച്ച് ആളുകളുണ്ടാവും അവിടത്തേക്ക്. കേന്ദ്രസേനയും RF ഒക്കെ ഇല്ലാത്തത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അല്ല, കേന്ദ്രസേന അവർ വരുന്നത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണ്. NDRFും പിന്നെ RAFും അവരുടെ അവർക്ക് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അവർ ഈ ബീഹാർ ഇലക്ഷന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം 20-ാം തീയതി മുമ്പ് എത്താൻ സാധിച്ചിട്ടുണ്ട്. തുടക്കം ഇങ്ങനെയാണെങ്കിൽ മകരവിളക്ക് സമയമാകുമ്പോഴത്തേക്ക് ഭക്തരുടെ വലിയ തിരക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമോ? എങ്ങനെയാണ് ചെയ്യാം? 3200-ൽ കൂടുതൽ ഉണ്ടാവും? തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ അനുഭവത്തിൽ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് വിന്യസിക്കാനുള്ള എല്ലാ ക്രമീകരണം ചെയ്യുന്നതാണ്. നമ്മുടെ അവിടുത്തുള്ള ജില്ലാ SP മാർ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലാ മുൻ SP മാർ, അതുപോലെ തന്നെ നമ്മുടെ സന്നിധാനം, നിലയ്ക്കൽ, പമ്പയിലുള്ള SO മാരും അവിടുത്തെ ADGP അദ്ദേഹം എല്ലാവരുമായിട്ട് ഇതിന് നമ്മുടെ കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷനിലുണ്ട്. നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് ശബരിമലയിലെ ഇനിയിപ്പോൾ ഉള്ള പോലീസിന്റെ വിന്യാസവും മുന്നൊരുക്കങ്ങളെക്കുറിച്ചും വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറമാൻ MG മഞ്ജുഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം.